ഇപ്പോൾ പരിശുദ്ധ കുർബാന എടുത്തുയർത്തി നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഈ സമയത്ത് നിൽക്കുകയോ ഇരിക്കുകയോ മുട്ടിന്മേൽ നിൽക്കുകയോ നിങ്ങളുടെ സ്വാതന്ത്ര്യമനുസരിച്ച് ഈ സമയം പ്രയോജനപ്പെടുത്താവുന്നതാണ് എന്ന് നിങ്ങളെ അറിയിക്കുകയാണ്. ഓരോരുത്തരുടെ പേരുകൾ പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ മൈക്കിലൂടെ കർത്താവെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും. അതൊരനുഗ്രഹമായിട്ട് വരണം, ഒരു സാക്ഷ്യമായിട്ടും വരണം. നമുക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. യേശുവേ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. പരിശുദ്ധാത്മാവേ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. കർത്താവേ, ഈ നിമിഷങ്ങളിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മറുപടിയായി കർത്താവെ അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. റജി വീടും സ്ഥലവും വിറ്റ് കിട്ടുവാൻ പ്രാർത്ഥിക്കുന്നു. മത്തായി ഒരു നല്ല ജോലി ലഭിക്കുവാൻ പ്രാർത്ഥിക്കുന്നു. മിനി ഇസ്രായേൽ പോകുവാനുള്ള ആഗ്രഹത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ടോമി മദ്യപാനം മാറുവാൻ പ്രാർത്ഥിക്കുന്നു. മിനി ഒരു നല്ല ഭവനം ലഭിക്കുവാൻ പ്രാർത്ഥിക്കുന്നു. ബിജു മദ്യപാനത്തിൽ നിന്ന് മോചനം കിട്ടുവാൻ പ്രാർത്ഥിക്കുന്നു. അരുൺ ദൈവത്തോട് ഒരു ബന്ധമുള്ള ഒരാളാകാൻ പ്രാർത്ഥിക്കുന്നു. അഞ്ജു വിവാഹ തടസ്സം മാറുവാൻ പ്രാർത്ഥിക്കുന്നു. സോന ജർമ്മൻ എക്സാം പാസ്സാകുവാൻ പ്രാർത്ഥിക്കുന്നു. അനു PG പഠനം എളുപ്പമാകുവാൻ പ്രാർത്ഥിക്കുന്നു. ആഷ്ലി ദൈവ വിശ്വാസത്തിൽ വളരാൻ പ്രാർത്ഥിക്കുന്നു. ഏതൻ ക്യാൻസർ രോഗ സൗഖ്യത്തിനായി പ്രാർത്ഥിക്കുന്നു. വൃണിത അച്ചാമ്മ സ്ഥലം വിറ്റ് കടം വീട്ടുവാൻ പ്രാർത്ഥിക്കുന്നു. ആഗ്നസ് സാമ്പത്തിക പ്രയാസം മാറുവാൻ പ്രാർത്ഥിക്കുന്നു. സ്റ്റീഫൻസൺ പ്രമോഷൻ തടസ്സം മാറുവാൻ പ്രാർത്ഥിക്കുന്നു. അമൽ നല്ല ഒരു ജോലി കിട്ടുന്നതിനായി പ്രാർത്ഥിക്കുന്നു. ടോമി സ്ഥലം വിറ്റ് കടം വീട്ടുവാൻ പ്രാർത്ഥിക്കുന്നു. ഐഗിൻ കുടുംബത്തിൽ ഒരു അനുഗ്രഹമാകുവാൻ പ്രാർത്ഥിക്കുന്നു. ആന്റണി ജോലി തടസ്സം മാറുവാൻ പ്രാർത്ഥിക്കുന്നു. മനീഷ് രോഗസൗഖ്യത്തിനായി പ്രാർത്ഥിക്കുന്നു. സെബാസ്റ്റ്യൻ കടം വീട്ടുന്നതിനായി പ്രാർത്ഥിക്കുന്നു. ആഷ്ലി ACCA എക്സാം പാസ്സാകാൻ പ്രാർത്ഥിക്കുന്നു. ബീന നല്ലൊരു വരുമാന മാർഗം തെളിയാൻ പ്രാർത്ഥിക്കുന്നു. ആരോൺ ബോംബെയിൽ ഒരു ജോലി ലഭിക്കുവാൻ പ്രാർത്ഥിക്കുന്നു. ഷാരോൺ ലിവർ ഇൻഫെക്ഷൻ സൗഖ്യത്തിനായി പ്രാർത്ഥിക്കുന്നു. ജേക്കബ് നല്ല ശാരീരിക ആരോഗ്യത്തിനായി പ്രാർത്ഥിക്കുന്നു. ജിയാൻ വിദേശത്ത് പോകുവാൻ പ്രാർത്ഥിക്കുന്നു. ജസാൻ വിവാഹം നടക്കുവാൻ പ്രാർത്ഥിക്കുന്നു. റോസ് ജോഷി വിദേശ പഠനം ഒരു അനുഗ്രഹമാകാൻ പ്രാർത്ഥിക്കുന്നു. മാർട്ടിൻ ഈ വർഷം PR ലഭിക്കാൻ പ്രാർത്ഥിക്കുന്നു. അജിൻ നഴ്സിംഗ് പഠന വിജയത്തിനായി പ്രാർത്ഥിക്കുന്നു. മാത്യു കുടുംബജീവിതം ഐക്യത്തിലാകാൻ പ്രാർത്ഥിക്കുന്നു. ലിൻഡ ജർമ്മനിയിൽ പോകാൻ വിസ തടസ്സം മാറുവാൻ പ്രാർത്ഥിക്കുന്നു. ബേസിൽ ദൈവ പൈതലായി വളരുവാൻ പ്രാർത്ഥിക്കുന്നു. ജിനോളി രോഗസൗഖ്യത്തിനായി പ്രാർത്ഥിക്കുന്നു. സാജു മദ്യപാനം മാറുവാൻ പ്രാർത്ഥിക്കുന്നു. ഡേവിഡ് സന്താന ഭാഗ്യം പ്രാർത്ഥിക്കുന്നു. മെൽവിൻ ACA ഫൈനൽ എക്സാം വിജയത്തിനായി പ്രാർത്ഥിക്കുന്നു. വിപിൻ ഗ്രീൻ കാർഡ് ലഭിക്കുന്നതിനായി പ്രാർത്ഥിക്കുന്നു. ട്രേസ്യ കൊടുത്ത മുതൽ തിരിച്ചു കിട്ടുവാൻ പ്രാർത്ഥിക്കുന്നു. ലെസ്ലി കോർപ്പറേഷൻ വിജയിക്കുവാൻ പാസ്സാകുവാൻ പ്രാർത്ഥിക്കുന്നു. മാർട്ടിൻ പഠന വിജയത്തിനായി പ്രാർത്ഥിക്കുന്നു. മിനി മകന് നല്ലൊരു ജോലിക്കായി പ്രാർത്ഥിക്കുന്നു. രജനി മകൻ പഠിച്ച് ജോലി ലഭിക്കാൻ പ്രാർത്ഥിക്കുന്നു. എലിസബത്ത് SSLCയിൽ ഉന്നത വിജയത്തിനായി പ്രാർത്ഥിക്കുന്നു. ഇത്രയും പേരുടെ പേരുകൾ, അവരുടെ ആവശ്യങ്ങൾ, കുടുംബം, ആരോഗ്യം ഏതെല്ലാം അതിന്മേൽ ഇപ്പോൾ പരിശുദ്ധ കുർബാന എടുത്തുയർത്തി ഒന്നാമത്തെ ആശീർവാദം നൽകുകയാണ്. കർത്താവേ, അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുമ്പോൾ ഈ ജനം നമ്മുടെ കരങ്ങളെ ഉയർത്തി ഒരു നിമിഷം നമുക്കെല്ലാവർക്കും അധരങ്ങളെ തുറന്ന് ശബ്ദമുയർത്തി ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. കർത്താവേ, ഈ ഒന്നാമത്തെ ആശീർവാദം ഒരനുഗ്രഹത്തിന്, ഒരു സൗഖ്യത്തിന്, ഒരു വിടുതലിന്,
ഒരു പുതിയ വഴി തുറക്കലിന് കാരണമാകണമേ, കാരണമാകണമേ, കാരണമാകണമേ. പ്രാർത്ഥിക്കുന്നു, ചേർന്ന് പാടുന്നു. രണ്ടാമത്തെ ആശീർവാദ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുമ്പോൾ പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന പേരുകളെ സമർപ്പിക്കുന്നു. അങ്ങ് അവരെ ഏറ്റെടുക്കണമേ. അവരുടെ ആവശ്യങ്ങൾ ഒരു അനുഗ്രഹമായിട്ട് മാറണമേ. പ്രാർത്ഥിക്കുകയാണ്. ബെന്നി സ്വന്തമായൊരു ഭവനത്തിനായി പ്രാർത്ഥിക്കുന്നു. ലിസി രോഗസൗഖ്യത്തിനായി പ്രാർത്ഥിക്കുന്നു. നീനു പഠനശേഷം ഒരു നല്ല ജോലി ലഭിക്കാൻ പ്രാർത്ഥിക്കുന്നു. നഥാൻ ദൈവകൃപയിൽ വളരുവാൻ പ്രാർത്ഥിക്കുന്നു. ജോൺ കടഭാരം മാറുവാൻ പ്രാർത്ഥിക്കുന്നു. അനു ഒരു നല്ല ജോലിക്കായി പ്രാർത്ഥിക്കുന്നു. ഡെയ്സി മകളുടെ വിവാഹം നടക്കുവാൻ പ്രാർത്ഥിക്കുന്നു. ഡെറിൻ ജോലി കിട്ടുവാൻ, വിവാഹം നടക്കുവാൻ പ്രാർത്ഥിക്കുന്നു. ബെനറ്റ് നന്നായി പഠിക്കുവാൻ പ്രാർത്ഥിക്കുന്നു. ബിജു ദുശീലം മാറുവാൻ പ്രാർത്ഥിക്കുന്നു. ആശ നല്ലൊരു ജോലി ലഭിക്കാൻ പ്രാർത്ഥിക്കുന്നു. അനറ്റ് നന്നായി പഠിക്കുവാൻ പ്രാർത്ഥിക്കുന്നു. അനു റോസ് തലമുറകളെ ലഭിക്കാൻ പ്രാർത്ഥിക്കുന്നു. മിനു റോസ് UK-യിൽ സ്ഥിരമായി വിസ ലഭിക്കാൻ പ്രാർത്ഥിക്കുന്നു. ജാൻ എല്ലാ നിയോഗങ്ങളും അനുഗ്രഹമാകുവാൻ പ്രാർത്ഥിക്കുന്നു. സച്ചു ഡിപ്രഷൻ മാറിക്കിട്ടുവാൻ പ്രാർത്ഥിക്കുന്നു. ബിച്ചു നല്ലൊരു ജോലിക്കായി പ്രാർത്ഥിക്കുന്നു. ഫിലോമിന തൈറോയിഡ് സൗഖ്യമാകാൻ പ്രാർത്ഥിക്കുന്നു. ക്രിസ്റ്റി പോൾ പഠനശേഷം ജോലി ലഭിക്കാൻ പ്രാർത്ഥിക്കുന്നു. മേരി മക്കൾക്ക് ജോലി ലഭിക്കാൻ പ്രാർത്ഥിക്കുന്നു. ജോസ്മി വിദേശത്ത് ജോലി ലഭിക്കാൻ പ്രാർത്ഥിക്കുന്നു. അജീന അമ്മയുടെ രോഗസൗഖ്യത്തിനായി പ്രാർത്ഥിക്കുന്നു. ഗ്രീഫിൻ മാതാപിതാക്കളോടുള്ള വെറുപ്പ് മാറാൻ പ്രാർത്ഥിക്കുന്നു. എൽദോ കടം വീട്ടുന്നതിനായി പ്രാർത്ഥിക്കുന്നു. ലില്ലി നല്ല ശമ്പളത്തിൽ ഒരു ജോലി ലഭിക്കാൻ പ്രാർത്ഥിക്കുന്നു. ലെനറ്റ് ഉന്നത വിജയത്തിനായി പ്രാർത്ഥിക്കുന്നു. സ്റ്റാലിൻ ശാരീരിക സൗഖ്യത്തിനായി പ്രാർത്ഥിക്കുന്നു. ഐറിൻ രോഗസൗഖ്യത്തിനായി പ്രാർത്ഥിക്കുന്നു. ശ്രീനാഥ് രോഗസൗഖ്യത്തിനായി പ്രാർത്ഥിക്കുന്നു. ശ്രീകുട്ടൻ പഠന വിജയത്തിനായി പ്രാർത്ഥിക്കുന്നു. രൂപശ്രീ പഠന വിജയത്തിനായി പ്രാർത്ഥിക്കുന്നു. വൈകാലക്ഷ്മി പഠന വിജയത്തിനായി പ്രാർത്ഥിക്കുന്നു. ഡാനി മാനസാന്തരത്തിനായി പ്രാർത്ഥിക്കുന്നു. മേരി കണ്ണിന് സൗഖ്യമുണ്ടാകാൻ പ്രാർത്ഥിക്കുന്നു. ഗൗരി ലക്ഷ്മി പഠന വിജയത്തിനായി പ്രാർത്ഥിക്കുന്നു. വിനീഷ് വിവാഹം നടക്കുവാൻ പ്രാർത്ഥിക്കുന്നു. സനീഷ് പരീക്ഷാ വിജയത്തിനായി പ്രാർത്ഥിക്കുന്നു. ലൈസ സ്വന്തമായൊരു വീടിനായി പ്രാർത്ഥിക്കുന്നു. ജെയ്സൺ മദ്യപാനം മാറുവാൻ പ്രാർത്ഥിക്കുന്നു. രണ്ടാമത്തെ ആശീർവാദ സമയത്ത് നമ്മുടെ കരങ്ങളെ നമുക്ക് ഉയർത്തിപ്പിടിക്കാം. എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശു ക്രിസ്തു വഴി എനിക്ക് ആവശ്യമുള്ളതെല്ലാം നൽകുമെന്ന വചന വാഗ്ദാനത്തോട് ചേർന്ന് കർത്താവേ, രണ്ട് ആശീർവാദ സമയത്തും പറഞ്ഞ് പ്രാർത്ഥിച്ച വ്യക്തികൾ അവരുടെ ആവശ്യങ്ങളെ ദൈവ തൃക്കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. നന്ദിയോടെ നന്ദിയോടെ ഞങ്ങൾ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഇൻ ജീസസ്, ആമേൻ, ആമേൻ. ചേർന്ന് പാടാം. ചേർന്ന് പാടാം. വഴി കാട്ടിയായി എന്നെ നയിക്കണമേ. വിശ്വസിക്കുന്നു. നമ്മൾ പ്രവേശിക്കുകയാണ്. കർത്താവെ, ഞങ്ങൾ ചെയ്യുന്ന ശുശ്രൂഷകളെ അങ്ങൊരു അനുഗ്രഹമാക്കണമേ. അങ്ങയുടെ അത്ഭുതങ്ങൾ സംഭവിക്കണമേ. ഇന്നും ജീവിക്കുന്ന ദൈവം എൻ്റെ ജീവിതത്തിനകത്ത് അത്ഭുതങ്ങൾ ചെയ്യുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ചേർന്ന് പ്രാർത്ഥിക്കാം. നിങ്ങൾക്ക് നിന്നും അടുത്തെങ്കിൽ നിൽക്കുന്നവർക്ക് അവരുടെ സ്വാതന്ത്ര്യം പോലെ ഇരിക്കാം. നിങ്ങളുടെ സ്വാതന്ത്ര്യം പോലെ പ്രയോജനപ്പെടുത്തുക. എങ്ങനെയായിരുന്നാലും മറുപടി പറയണം. കർത്താവെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കണം. ബിറ്റു എക്സാം പാസ്സാകുവാൻ പ്രാർത്ഥിക്കുന്നു. അവൾ PR കിട്ടുവാൻ പ്രാർത്ഥിക്കുന്നു. ഗ്രീഷ്മ ഭർത്താവിൻ്റെ മാനസാന്തരത്തിനായി പ്രാർത്ഥിക്കുന്നു. ബെറ്റി വിദേശ എക്സാം പാസ്സാകാൻ പ്രാർത്ഥിക്കുന്നു. അനു ഒരു സുഖപ്രസവം ലഭിക്കാൻ പ്രാർത്ഥിക്കുന്നു. സതീഷ് സാമ്പത്തിക പ്രയാസം മാറുവാൻ പ്രാർത്ഥിക്കുന്നു. അനീഷ് ജോലി കിട്ടുവാൻ പ്രാർത്ഥിക്കുന്നു. പ്രജിൻ വിസ തടസ്സം മാറുവാൻ പ്രാർത്ഥിക്കുന്നു. ആൻസി സ്ഥലം വിറ്റ് കടം വീട്ടുവാൻ പ്രാർത്ഥിക്കുന്നു.
പ്രാർത്ഥിക്കുന്നു. ഡൊമിനിക് ആത്മഹത്യാ പ്രവണത മാറുവാൻ പ്രാർത്ഥിക്കുന്നു. അജോ വിദേശത്തേക്ക് പോകാനുള്ള തടസ്സം മാറുവാൻ പ്രാർത്ഥിക്കുന്നു. മോളി UK-യിൽ കേസിൽ നിന്നും വിടുതൽ കിട്ടുവാൻ പ്രാർത്ഥിക്കുന്നു. ജിസ ജർമ്മൻ എക്സാം പാസ്സാകാൻ പ്രാർത്ഥിക്കുന്നു. ഓമന നിരാശ മാറാൻ പ്രാർത്ഥിക്കുന്നു. ടോൺസി മകന്റെ വിവാഹം നടക്കുവാൻ പ്രാർത്ഥിക്കുന്നു. കത്രീന വീടും സ്ഥലവും വിറ്റുകിട്ടാൻ പ്രാർത്ഥിക്കുന്നു. റാഫേൽ നടുവേദന സൗഖ്യമാകാൻ പ്രാർത്ഥിക്കുന്നു. ബിനോയ് മദ്യപാനം മാറുവാൻ പ്രാർത്ഥിക്കുന്നു. റിജോയ് ഡിപ്രഷൻ മാറുവാൻ പ്രാർത്ഥിക്കുന്നു. ഗ്രേസി മകളുടെ കുടുംബം ഐക്യത്തിലാകാൻ പ്രാർത്ഥിക്കുന്നു. ഇഖാൻ വിക്സ് രോഗം സൗഖ്യമാകാൻ പ്രാർത്ഥിക്കുന്നു. ജിജി +2 എക്സാം ഉന്നത വിജയത്തിനായി പ്രാർത്ഥിക്കുന്നു. ജീവൻ തോറ്റ വിഷയങ്ങൾ എഴുതി പാസ്സാകാൻ അനുഗ്രഹിക്കണേ പ്രാർത്ഥിക്കുന്നു. റിറ്റി മക്കൾ വിശുദ്ധിയിൽ വളരാൻ പ്രാർത്ഥിക്കുന്നു. രേഖ മക്കളുടെ പഠന വിജയത്തിനായി പ്രാർത്ഥിക്കുന്നു. ജാൻസി മകന്റെ വിവാഹം നടക്കുവാൻ പ്രാർത്ഥിക്കുന്നു. NC SSLC-യിൽ ഉന്നത വിജയത്തിനായി പ്രാർത്ഥിക്കുന്നു. റോസമ്മ മകന്റെ മദ്യപാനം മാറുവാൻ പ്രാർത്ഥിക്കുന്നു. ജോയി പിണങ്ങിപ്പോയ ജീവിത പങ്കാളി തിരിച്ചു വരുന്നതിനായി പ്രാർത്ഥിക്കുന്നു. ഷിജി സ്ഥലം വിറ്റ് കടം വീട്ടുവാൻ പ്രാർത്ഥിക്കുന്നു. ഷാജി ദുശീലം മാറുവാൻ പ്രാർത്ഥിക്കുന്നു. ജോൺസൺ കടം വീട്ടുന്നതിനായി പ്രാർത്ഥിക്കുന്നു. അനീത മകളുടെ എക്സാം വിജയത്തിനായി പ്രാർത്ഥിക്കുന്നു. എൽഡ ജർമ്മൻ സ്പീക്കിംഗ് എക്സാം പാസ്സാകാൻ പ്രാർത്ഥിക്കുന്നു. ഷൈനി BSc എക്സാം പാസ്സാകാൻ പ്രാർത്ഥിക്കുന്നു. ജിബി ഗവൺമെന്റ് ജോലി കിട്ടുവാൻ പ്രാർത്ഥിക്കുന്നു. ജിഷ വിവാഹം നടക്കുവാൻ പ്രാർത്ഥിക്കുന്നു. ജോയൽ SSLC-യിൽ നല്ല വിജയത്തിനായി പ്രാർത്ഥിക്കുന്നു. സാബു മാനസിക സൗഖ്യത്തിനായി പ്രാർത്ഥിക്കുന്നു. ലീല മകന്റെ മദ്യപാനം മാറുവാൻ പ്രാർത്ഥിക്കുന്നു. ഏലിയമ്മ കടം വീട്ടുവാൻ പ്രാർത്ഥിക്കുന്നു. ജോസ്മോൻ സന്താന ഭാഗ്യത്തിനായി പ്രാർത്ഥിക്കുന്നു. ജസ്ന വിസ തടസ്സം മാറുവാൻ പ്രാർത്ഥിക്കുന്നു. ജോർജ് ഭവനം മണി പൂർത്തിയാകുവാൻ പ്രാർത്ഥിക്കുന്നു. ജെറീന ഭവനം മണി തടസ്സം മാറുവാൻ പ്രാർത്ഥിക്കുന്നു. മൂന്നാമത്തെ ആശീർവാദ സമയത്ത് എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചേ, ഇങ്ങനെ ഒന്ന് ഏറ്റുചൊല്ലി പ്രാർത്ഥിച്ചേ. കർത്താവായ യേശുവേ, ഈ പ്രാർത്ഥനയിൽ ഈ മൂന്നാം ആശീർവാദ പ്രാർത്ഥനയിൽ ആരുടെയൊക്കെ പേരുകളാണോ, ആരുടെയൊക്കെ ആവശ്യങ്ങളാണോ ദൈവസന്നിധിയിൽ ഏൽപ്പിക്കുന്നത്, അവരെ എല്ലാം തിരുരക്തത്താൽ വിശുദ്ധീകരിച്ച് വചനത്താൽ നിറച്ച് പരിശുദ്ധാത്മാവിനാൽ നയിക്കണമേ. ആ കരങ്ങളെ ഉയർത്തി എല്ലാവരും ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കുമോ? ഹല്ലേലൂയ. എല്ലാവരും ചേർന്ന് ശബ്ദം ഉയർത്തി വിശ്വാസത്തോടെ ഈ അനുഗ്രഹം ഞങ്ങളിലേക്ക് ഒരു അനുഗ്രഹമായി തന്നെ മാറുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇൻ ജീസസ് ചേർന്ന് പാടി ദൈവത്തെ സ്നേഹിക്കുമ്പോ സർവം നന്മയ്ക്കായി ഭവിച്ചിടുന്നു. തിരുസ്വരമനുസരിച്ച നമുക്കൊരുക്കിടും അവനധികം കൃപയാരുളിടുമേ ബലമണിക്കുമേ. കൃപയാരുളിടുമേ ബലമണിക്കുമേ. മധുരമായി മാറ്റിടുമേ. യേശു ചേർന്ന് പാടി യേശു അവൻ ആരിലും യേശുവാരിലും വലിയവൻ. പാടുമോ? യേശു യേശു യേശുവാരിലും മതിയായവൻ. നാലാമത്തെ ആശീർവാദ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുകയാണ്. നിയോഗത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ പേരുകൾ പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം. ജിൻഡോയ്ക്ക് വേണ്ടി ഭവനം പണിയാൻ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുന്നു. അന്നാറോസ് ഉദരരോഗ സൗഖ്യത്തിനായി പ്രാർത്ഥിക്കുന്നു. ശോഭി സ്ഥലം വിറ്റ് കടം വീട്ടുവാൻ പ്രാർത്ഥിക്കുന്നു. ജിൻഡോ വിവാഹം നടക്കുവാൻ പ്രാർത്ഥിക്കുന്നു. മീനു ജോലി ലഭിക്കുവാൻ പ്രാർത്ഥിക്കുന്നു. ബീന വിവാഹം നടക്കുവാൻ പ്രാർത്ഥിക്കുന്നു. ബിജി മക്കളുടെ തെറ്റായൊരു ബന്ധം മാറുവാൻ പ്രാർത്ഥിക്കുന്നു. സിസ്റ്റർ കാതറിൻ ക്യാൻസർ രോഗ സൗഖ്യത്തിനായി പ്രാർത്ഥിക്കുന്നു.
പ്രാർത്ഥിക്കുന്നു. ബേബി ജർമ്മൻ ഭാഷ വിജയത്തിനായി പ്രാർത്ഥിക്കുന്നു. ലൂസി മകന് നന്നായി പഠിക്കാനുള്ള കഴിവ് ലഭിക്കാൻ പ്രാർത്ഥിക്കുന്നു. ആലിസ് മകന്റെ രോഗസൗഖ്യത്തിനായി പ്രാർത്ഥിക്കുന്നു. നീതു ഭവനം പണിയാൻ പ്രാർത്ഥിക്കുന്നു. ആൻമരിയ ശ്വാസം മുട്ടൽ രോഗം മാറുവാൻ പ്രാർത്ഥിക്കുന്നു. ഗ്രീസ് മേരി എക്സാം പാസ്സാകുവാൻ പ്രാർത്ഥിക്കുന്നു. ആൻഡോ ജോയ് വിവാഹം നടക്കുവാൻ പ്രാർത്ഥിക്കുന്നു. സെബാസ്റ്റ്യൻ വീടും സ്ഥലവും വിൽക്കാൻ പ്രാർത്ഥിക്കുന്നു. അനീഷ് കാനഡയിൽ PR ലഭിക്കാൻ പ്രാർത്ഥിക്കുന്നു. മീനു അയർലൻഡിൽ ഒരു ജോലി ലഭിക്കാൻ പ്രാർത്ഥിക്കുന്നു. ഹാമിൻ പഠന തടസ്സം മാറുവാൻ പ്രാർത്ഥിക്കുന്നു. ജിഷ എക്സാം വിജയിക്കാൻ പ്രാർത്ഥിക്കുന്നു. ഏലിയാമ്മ മകന്റെ മാനസാന്തരത്തിനായി പ്രാർത്ഥിക്കുന്നു. ജിബി ജോൺ മാനസാന്തരത്തിനായി പ്രാർത്ഥിക്കുന്നു. സിനോ ജർമ്മൻ ഭാഷ വിജയത്തിനായി പ്രാർത്ഥിക്കുന്നു. ആൽഫ്രഡ് ജോലി കിട്ടുവാൻ പ്രാർത്ഥിക്കുന്നു. മെൻഹർ പഠന വിജയത്തിനായി പ്രാർത്ഥിക്കുന്നു. ബിനു ഒരു പ്രമോഷൻ ലഭിക്കാൻ പ്രാർത്ഥിക്കുന്നു. ലില്ലി മകന് ലക്ഷ്യബോധമുണ്ടാകാൻ പ്രാർത്ഥിക്കുന്നു. ജോൺ അവന് ഇപ്പോൾ അനുഭവിക്കുന്ന ശാരീരിക പ്രോബ്ലം മാറുവാൻ പ്രാർത്ഥിക്കുന്നു. എലിസബത്ത് വിവാഹം നടക്കുവാൻ പ്രാർത്ഥിക്കുന്നു. പോൾ കടം വീട്ടുന്നതിനായി പ്രാർത്ഥിക്കുന്നു. എലിസബത്ത് വിവാഹം നടക്കുവാൻ പ്രാർത്ഥിക്കുന്നു. പോളി കടം വീട്ടുന്നതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആന്റണി ക്യാൻസർ സൗഖ്യത്തിനായി പ്രാർത്ഥിക്കുന്നു. മെറിൻ നഴ്സിംഗ് പഠന വിജയത്തിനായി പ്രാർത്ഥിക്കുന്നു. അൽഫോൻസ ഉചിതമായ തീരുമാനത്തിനായി പ്രാർത്ഥിക്കുന്നു. ലിയോൺ സംസാരത്തിൽ കഴിവ് ലഭിക്കാൻ പ്രാർത്ഥിക്കുന്നു. ഫീബ കുടുംബം ഒന്നിച്ചു വസിക്കുവാൻ പ്രാർത്ഥിക്കുന്നു. നീതു OAT എക്സാം പാസ്സാകാൻ പ്രാർത്ഥിക്കുന്നു. റോസമ്മ മക്കൾ ഓസ്ട്രേലിയയിൽ ഒരു ജോലി ലഭിക്കാൻ പ്രാർത്ഥിക്കുന്നു. ഷീബ ശരീരത്തിലെ മുഴകൾ സൗഖ്യമാകാൻ പ്രാർത്ഥിക്കുന്നു. സിബിച്ചൻ മകളുടെ വിവാഹം തടസ്സമില്ലാതെ നടക്കുവാൻ പ്രാർത്ഥിക്കുന്നു. കത്രീന കേസിൽ നിന്നും വിടുതൽ കിട്ടാൻ പ്രാർത്ഥിക്കുന്നു. റോസ് മരിയ ജർമ്മനിയിൽ ജോലി കിട്ടുവാൻ പ്രാർത്ഥിക്കുന്നു. ജോണി മകന് വിദേശത്തൊരു ജോലി ലഭിക്കാൻ പ്രാർത്ഥിക്കുന്നു. അലീന നീറ്റ് എക്സാം വിജയിക്കാൻ പ്രാർത്ഥിക്കുന്നു. മരിയ ബോർഡ് എക്സാം അനുഗ്രഹമാകാൻ പ്രാർത്ഥിക്കുന്നു. ഏബൻ ഉന്നത വിജയത്തിനായി പ്രാർത്ഥിക്കുന്നു. ജോസ് മകന് നല്ല മാർക്ക് ലഭിച്ച് MDക്ക് സീറ്റ് ലഭിക്കാൻ പ്രാർത്ഥിക്കുന്നു. സിനി മക്കൾക്ക് നല്ല വിജയമുണ്ടാകാൻ പ്രാർത്ഥിക്കുന്നു. മോനി ഭർത്താവിന്റെ ഓപ്പറേഷൻ കൂടാതെ ആ രോഗ സൗഖ്യമാകാൻ പ്രാർത്ഥിക്കുന്നു. നൈസി ടീച്ചർ പോസ്റ്റ് പാസ്സാകാൻ പ്രാർത്ഥിക്കുന്നു. നൈജു വിസ വേഗം ലഭിക്കാൻ പ്രാർത്ഥിക്കുന്നു. ആനി ഭർത്താവിന്റെ ക്യാൻസർ രോഗ സൗഖ്യത്തിനായി പ്രാർത്ഥിക്കുന്നു. ആ കരങ്ങളെ ഉയർത്താമോ? നാലാമത്തെ ആശീർവാദ സമയത്ത് ഇങ്ങനെയൊന്ന് പ്രാർത്ഥിച്ചേ. നസ്രായനായ എൻ്റെ യേശുവേ, ഈ 7 ആശീർവാദ പ്രാർത്ഥനയിൽ ഞാൻ സമർപ്പിച്ച വ്യക്തികളെയും കുടുംബങ്ങളെയും നിയോഗങ്ങളെയും അങ്ങേക്ക് ഏൽപ്പിച്ചു തരുന്നു. എല്ലാ തടസ്സങ്ങളെയും പ്രതിസന്ധികളെയും പൂർണ്ണമായും എടുത്തു മാറ്റി അത് സാധിച്ചു തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ യേശുവേ. അങ്ങയുടെ തിരുരക്തത്താൽ ഈ ആലയത്തെയും ശുശ്രൂഷകരെയും ഈ 7 ആശീർവാദ പ്രാർത്ഥനയെയും അതിൽ പങ്കെടുക്കുന്നവരെയും പറഞ്ഞു പ്രാർത്ഥിക്കുന്ന വ്യക്തികളെയും തിരുരക്തത്താൽ വിശുദ്ധീകരിച്ച് അങ്ങയുടെ വചനത്താൽ നിറച്ച് പരിശുദ്ധാത്മാവിനാൽ നയിക്കണമേ. ആമേൻ. കരങ്ങളെ ഉയർത്തി ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കുമോ? ഹല്ലേലൂയ. ഞങ്ങളെല്ലാവരും ചേർന്ന് വിശ്വാസത്തോടെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, ദൈവപ്രവർത്തികൾ ഇവിടെ സംഭവിക്കണമേ. അടയാളങ്ങൾ, ദൈവപ്രവർത്തികൾ സംഭവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. ചേർന്ന് പാടി പ്രാർത്ഥിക്കാം.
അഞ്ചാമത്തെ ആശീർവാദ പ്രാർത്ഥനയിൽ പ്രവേശിക്കുമ്പോൾ കരങ്ങളെ ഹൃദയത്തോട് ചേർത്ത് വിശ്വാസത്തോടെ എന്തുവാണെന്നറിയോ മറുപടി പറയുന്ന കർത്താവെ അനുഗ്രഹിക്കണേ എന്നാണ്. നമ്മളൊരാളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അത് നമുക്കും ഒരനുഗ്രഹമായിട്ട് മാറും. അതുകൊണ്ട് പറ്റും പോലൊക്കെ സ്വാർത്ഥതയില്ലാതെ അസൂയയില്ലാതെ ഒരു കുടുംബത്തിലെ ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പോലെ ക്ഷീണവും മടുപ്പൊക്കെ മാറ്റിവെച്ച് ഉയർന്ന സ്വരത്തിൽ പ്രാർത്ഥിക്കുകയാണ്. ജെസ്സിയ മകൻ്റെ വിവാഹത്തിനായും മാനസാന്തരത്തിനായും പ്രാർത്ഥിക്കുന്നു. ലൂസി മക്കളുടെ വിസ തടസ്സം മാറുവാൻ പ്രാർത്ഥിക്കുന്നു. എയിൻ റോസ് പ്രോമറ്റിക് എക്സാം പാസ്സാകാൻ പ്രാർത്ഥിക്കുന്നു. ലൂസി ജോലി കിട്ടുവാൻ വഴി തുറക്കാൻ പ്രാർത്ഥിക്കുന്നു. റീന ജോസ് റമിയുടെ രോഗസൗഖ്യത്തിനായി പ്രാർത്ഥിക്കുന്നു. ജോസഫ് ജപ്തിയിൽ നിന്നൊരു മോചനം കിട്ടുവാൻ പ്രാർത്ഥിക്കുന്നു. നൈസി തൊണ്ടയിലെ ക്യാൻസർ ഇല്ലാതാകുവാൻ സൗഖ്യമാകാൻ പ്രാർത്ഥിക്കുന്നു. എലിസബത്ത് മകന്റെ കോഴ്സ് പൂർത്തിയാകുവാൻ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. റെന്നി തെറ്റായ ബന്ധങ്ങൾ മാറുവാൻ പ്രാർത്ഥിക്കുന്നു. ലിനി മകന്റെ പഠന വിജയത്തിനായി പ്രാർത്ഥിക്കുന്നു. റാണി മകന്റെ വിവാഹ തടസ്സം മാറുവാൻ പ്രാർത്ഥിക്കുന്നു. ഫ്രാൻസിസ് ഭവനം പണി പൂർത്തിയാകാൻ പ്രാർത്ഥിക്കുന്നു. ജെയിംസ് മകന്റെ വിവാഹം നടക്കുവാൻ പ്രാർത്ഥിക്കുന്നു. റിനി സ്ഥലം വിറ്റ് കടം വീട്ടുവാൻ പ്രാർത്ഥിക്കുന്നു. ബീന 20 ലക്ഷം കടം വീട്ടുവാൻ പ്രാർത്ഥിക്കുന്നു. പ്രിൻസ് തലമുറകളെ ലഭിക്കാൻ പ്രാർത്ഥിക്കുന്നു. ത്രേസ്യാമ്മ കുടുംബ സമാധാനത്തിനായി പ്രാർത്ഥിക്കുന്നു. സ്നേഹ വിവാഹം നടക്കുവാൻ പ്രാർത്ഥിക്കുന്നു. അഞ്ചാമത്തെ ആശീർവാദ സമയത്ത് 5 ആശീർവാദ പ്രാർത്ഥനയിലും പങ്കെടുത്തവരെ ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാമോ? എത്രയോ ആഗ്രഹത്തോടെയാ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്. നിങ്ങൾ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അധികമായി, ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും അധികമായി ചെയ്തു തരാൻ കഴിവുള്ള ദൈവത്തിൻ്റെ മുമ്പിലാണ് നമ്മുടെ ആവശ്യങ്ങളെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നത്. ദൈവത്തിൻ്റെ വചനം യേശു പറഞ്ഞു, നീ അത്തിമരത്തിൻ്റെ ചുവട്ടിൽ ഇരിക്കുമ്പോൾ തന്നെ ഞാൻ നിന്നെ കണ്ടു. നീ ഈ കാര്യം കണ്ടതുകൊണ്ട് എന്നെ വിശ്വസിച്ചു. ഇതിനേക്കാൾ വലിയവ നീ കാണും, ഇതിനേക്കാൾ വലിയ കാര്യങ്ങൾ നീ കാണും. കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. നസ്രായനായ യേശുവേ, ഞങ്ങൾ സമർപ്പിച്ച എല്ലാ നിയോഗങ്ങളെയും അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന എല്ലാ തടസ്സങ്ങളെയും എല്ലാ ബന്ധനങ്ങളെയും പൂർണ്ണമായും എടുത്തു മാറ്റി അതൊക്കെ സാധിച്ചു തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആമേൻ. യേശുവേ, കരമുയർത്തി പ്രാർത്ഥിക്കുന്ന എന്നെയും എൻ്റെ കുടുംബത്തെയും തിരുരക്തത്താൽ വിശുദ്ധീകരിച്ച് വചനത്താൽ നിറച്ച് പരിശുദ്ധാത്മാവിനാൽ നയിക്കണമേ. കരങ്ങളെ ഉയർത്തി ശബ്ദമുയർത്തി എല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. നന്ദിയോടെ പ്രാർത്ഥിക്കുന്നു. ചേർന്ന് പാടാം. ഒരേ ഒരു നാമം, എല്ലാ മുഴങ്കാലും മടങ്ങിയിടും നാമം, എല്ലാ നാവും പാടും യേശുവിൻ നാമം, ഒപ്പം പറഞ്ഞിടാനിടയില്ല നാമം. അത്ഭുതമായ നാമമേ, അതിശയമായ നാമമേ, ആശ്ചര്യമായ നാമമേ, അധികാരമുള്ള നാമമേ. അത്ഭുതമായ നാമമേ, അതിശയമായ നാമമേ, ആശ്ചര്യമായ നാമമേ, അധികാരമുള്ള നാമമേ. അതുകൊണ്ട് പതിനായിരങ്ങളിൽ സുന്ദരനെ, ശാരോണിൻ രാജാവേ, പതിനായിരങ്ങളിൽ സുന്ദരനെ, ശാരോണിൻ രാജാവേ, അങ്ങേക്കു തുല്യനായ അങ്ങു മാത്രം, അങ്ങേക്കു തുല്യനായ അങ്ങു മാത്രം. ആറാമത്തെ ആശീർവാദം, പരിശുദ്ധ കുർബാന എടുത്ത് ഉയർത്തിയുള്ള ആശീർവാദത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്.
ഈ ആശീർവാദ സമയത്ത് ഈ മാസം ആരുടെയെല്ലാം പേരുകളാണ് നിയോഗത്തോടെ സമർപ്പിച്ചിട്ടുള്ളത്? 13,000-ലധികം കുഞ്ഞുങ്ങളുടെ പേരുകൾ, അല്ലാതെയും വിവിധ കുടുംബങ്ങളിലിരുന്ന് വ്യക്തിപരമായി പ്രാർത്ഥിക്കുന്ന കുഞ്ഞുങ്ങൾ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. ഒരു തലമുറയെ തെറ്റുള്ള ഈ ലോകത്ത് തെറ്റാതെ ജീവിക്കണമെങ്കിൽ ദൈവിക സംരക്ഷണം വേണം. തെറ്റുള്ള ഈ ലോകത്തിൽ, പ്രശ്നങ്ങളുള്ള ഈ ലോകത്ത് പ്രശ്നങ്ങളിലൊന്നും പെടാതെ തെറ്റുള്ള ഈ ലോകത്തിൽ തെറ്റാതെ ജീവിക്കണ്ടേ? അതിന് ദൈവാനുഗ്രഹം വേണം. അതൊക്കെയാണ് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നത്. ഇപ്പോൾ പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. ബാസ്റ്റ്യൻ തൻ്റെ പേരിലുള്ളൊരു കേസ് ഒഴിവായി കിട്ടുവാൻ പ്രാർത്ഥിക്കുന്നു. ലിസി സ്ഥലം വിറ്റ് കടം വീട്ടുവാൻ പ്രാർത്ഥിക്കുന്നു. നീയ പരീക്ഷാ വിജയത്തിനായി പ്രാർത്ഥിക്കുന്നു. വത്സ മകളുടെ വിവാഹം നടക്കുവാൻ പ്രാർത്ഥിക്കുന്നു. എയ്ബൻ സന്താന ഭാഗ്യത്തിനായി പ്രാർത്ഥിക്കുന്നു. ഷീജ സാമ്പത്തിക പ്രയാസം പ്രതിസന്ധി മാറാൻ പ്രാർത്ഥിക്കുന്നു. സാന്ദ്ര നന്നായി പഠിക്കുവാൻ പ്രാർത്ഥിക്കുന്നു. ടെറിൻ അനുയോജ്യമായൊരു വിവാഹം നടക്കുവാൻ പ്രാർത്ഥിക്കുന്നു. ലില്ലി വീടും സ്ഥലവും വിറ്റ് കടം വീട്ടുവാൻ മറ്റൊരു ഭവനം മേടിക്കുവാൻ പ്രാർത്ഥിക്കുന്നു. അലോഷ്യസ് വിദേശത്ത് ജോലി കിട്ടാൻ പ്രാർത്ഥിക്കുന്നു. ബിനു കിഡ്നി രോഗ സൗഖ്യത്തിനായി പ്രാർത്ഥിക്കുന്നു. ആഷ്ലി നല്ലൊരു ജോലി ലഭിക്കാൻ പ്രാർത്ഥിക്കുന്നു. സായി പഠിക്കാനുള്ള മടി മാറുവാൻ പ്രാർത്ഥിക്കുന്നു. അലീന ജർമ്മൻ പരീക്ഷ വിജയത്തിനായി പ്രാർത്ഥിക്കുന്നു. ആൽബിൻ നാട്ടിൽ വരുവാൻ വിസ കിട്ടിൽ നാട്ടിൽ വരുവാൻ പ്രാർത്ഥിക്കുന്നു. പ്രിൻസി ഇസ്രായേൽ പോലെ തടസ്സം മാറുവാൻ പ്രാർത്ഥിക്കുന്നു. പ്രിൻസി കടം വീട്ടുന്നതിനായി പ്രാർത്ഥിക്കുന്നു. ബെൻ SSLCയിൽ ഉന്നത വിജയത്തിനായി പ്രാർത്ഥിക്കുന്നു. റീമൻ വിജയത്തിനായി പ്രാർത്ഥിക്കുന്നു. ഏഞ്ചൽ MBBS MD MCH പാസ്സാകാൻ പ്രാർത്ഥിക്കുന്നു. മീന UK-യിൽ NHS ജോലി ലഭിക്കാൻ പ്രാർത്ഥിക്കുന്നു. ഷൈനി മകൾ ഇന്റർവ്യൂ പാസ്സാകാൻ പ്രാർത്ഥിക്കുന്നു. അലീന ഓസ്ട്രേലിയയിൽ പഠനം കഴിഞ്ഞ് ജോലി കിട്ടാൻ പ്രാർത്ഥിക്കുന്നു. 6ാമത്തെ ആശീർവാദ സമയത്ത് കരം ഉയർത്തി 6 ആശീർവാദ സമയത്തും വച്ച പേരുകൾ, സമർപ്പിച്ച നിയോഗങ്ങൾ എല്ലാം ഓർത്ത് പ്രാർത്ഥിച്ചേ. നസ്രായനായ യേശുവേ, എല്ലാ നിയോഗങ്ങളെയും അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന എല്ലാ തടസ്സങ്ങളെയും എല്ലാ ബന്ധനങ്ങളെയും പൂർണ്ണമായും എടുത്തു മാറ്റി സാധിച്ചു തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവായ യേശുവേ, ഈ ആശീർവാദ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എന്നെയും എൻ്റെ കുടുംബത്തെയും തിരുരക്തത്താൽ വിശുദ്ധീകരിച്ച് വചനത്താൽ നിറച്ച് പരിശുദ്ധാത്മാവിനാൽ നയിക്കണമേ. ആമേൻ. കരമുയർത്തി സ്വരമുയർത്തി ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ യേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും ചേർന്ന് വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചേർന്ന് പാടാം. ഒരുമിച്ച് പാടാം. അതുമാത്രം എന്നാശയേ, അങ്ങേ കാണണം, ആ സാന്നിധ്യം അറിയണം. അതുമാത്രം എന്നാശയേ. സുന്ദരനേ, പരിശുദ്ധനേ, ഉയർന്നവനേ, യേശുവേ. സുന്ദരനേ, പരിശുദ്ധനേ, ഉയർന്നവനേ, യേശുവേ. 7ാമത്തെ ആശീർവാദ പ്രാർത്ഥനയിൽ പ്രവേശിക്കുമ്പോൾ ഇവിടെ ഒത്തിരി പേര് അവരുടെ പാസ്പോർട്ടൊക്കെ കൊണ്ടുവന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ട്. ഇതെല്ലാം എടുത്ത് കയ്യിൽ പിടിച്ച്, മണ്ണാകാം, വെള്ളമാകാം, സ്ഥലത്തിൻ്റെ പ്രമാണമാകാം, എഴുതിയ നിയോഗമാകാം, കയ്യിലെടുത്ത് പിടിച്ച് പ്രാർത്ഥിച്ച്. ഇപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നത് സമർപ്പിച്ച 29 നിയോഗങ്ങളെ ഓർത്താണ്. ദൈവത്തിൻ്റെ ഇപ്പോൾ മറുപടിയായി പറയേണ്ടത്, ഓരോ വിഷയം പറയുമ്പോൾ നിങ്ങൾ പറയേണ്ടത് ദൈവത്തിൻ്റെ ഒരു അത്ഭുതം അതിൽ സംഭവിക്കണേ എന്ന് പറയണം.
കേട്ടോ. ദൈവത്തിൻ്റെ ഒരു അത്ഭുതം അതിൽ നടക്കണമേ. നിയോഗം പറയുകയാണ്, മക്കൾ വിശ്വാസത്തിൽ വളരുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ അത്ഭുതം അവരിൽ സംഭവിക്കണമേ. മക്കളുടെ കുടുംബ ജീവിതം എഴുതിയിട്ടുണ്ട്. മദ്യപാനത്തിലൂടെ, തെറ്റായ ചില ബന്ധങ്ങളിലൂടെ കുടുംബം തകർന്നു പോയവരുണ്ട്. അകന്ന് ഭിന്നിച്ച് നിൽക്കുന്നവരുണ്ട്, ഭിന്നിച്ച് മാറി നിൽക്കുന്നവരുണ്ട്. തെറ്റിദ്ധാരണ കൊണ്ട്, സംശയത്തിൻ്റെ പല കാരണങ്ങളാൽ ഒരു നിമിഷം നമ്മൾ തകർന്ന കുടുംബങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഒരു അത്ഭുതം ആ കുടുംബങ്ങളിൽ സംഭവിക്കണമെന്ന് പ്രാർത്ഥിക്കുവാണ്. കർത്താവെ, തകർന്ന എല്ലാ കുടുംബങ്ങളെയും അനുഗ്രഹിക്കണമേ, അവരെ ഒന്നിച്ചാക്കണമേ, അനുഗ്രഹമുള്ളൊരു കുടുംബം അവരിൽ ഒരുക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരൊക്കെ പറഞ്ഞ് ദൈവത്തിന്റെ അത്ഭുതം അവരെ സംഭവിക്കണമേ. പറഞ്ഞ് ദൈവത്തിന്റെ അത്ഭുതം അവരെ സംഭവിക്കണമേ. വീണ്ടും നിയോഗത്തോടെ പ്രാർത്ഥിക്കുക. പരീക്ഷയ്ക്ക് ഒരുങ്ങുന്നവർ, ഇന്റർവ്യൂവിന് ഒരുങ്ങുന്നവർ, അങ്ങനെയുള്ളവരെല്ലാം ഒന്ന് കരമുയർത്താമോ? പരീക്ഷകൾ, പ്രത്യേകിച്ച് അതിനുവേണ്ടി പഠിക്കുന്നവർ, പുതിയ ഭാഷ പഠിക്കുന്നവർ, പുതിയ രാജ്യത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർ, IELTS പഠിക്കുന്നവർ, OET പഠിക്കുന്നവർ, ഇങ്ങനെയുള്ള എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച് കർത്താവേ, ഈ കരങ്ങളെ ഉയർത്തി പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരും അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ടൊരു പ്രധാന വിഷയത്തെ ഇപ്പോൾ ഏൽപ്പിച്ചു തന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിൻ്റെ ഒരു എല്ലാവരും പറഞ്ഞ് ദൈവത്തിൻ്റെ ഒരു അത്ഭുതം സംഭവിക്കണമേ, ദൈവത്തിൻ്റെ ഒരു അത്ഭുതം അതിൽ സംഭവിക്കണമേ, ദൈവത്തിൻ്റെ ഒരു അത്ഭുതം സംഭവിക്കണമേ, ദൈവത്തിൻ്റെ ഒരു അത്ഭുതം സംഭവിക്കണമേ, ദൈവത്തിൻ്റെ ഒരു അത്ഭുതം സംഭവിക്കണമേ. ഹല്ലേലൂയ. വീണ്ടും പ്രാർത്ഥിക്കുന്നത് മക്കളുടെ വിവാഹം നടക്കാൻ. അങ്ങനെ പ്രാർത്ഥിക്കുന്നവരുണ്ട്. മക്കളുടെ വിവാഹപ്രായമായി, പക്ഷെ വിവാഹം നടന്നിട്ടില്ല. അങ്ങനെയുള്ള ആരെങ്കിലുമൊക്കെ അയ്യോ, എൻ്റെ മകൾക്ക് ഇത്രയും വയസ്സായല്ലോ, 32 വയസ്സായി, 36 വയസ്സായി, 40 വയസ്സോളമായി, 28 വയസ്സായി. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ ഒരു അത്ഭുതം അവരിൽ സംഭവിക്കട്ടെ. അനുയോജ്യമായ നല്ലൊരു വിവാഹ ജീവിതം, കുടുംബ ജീവിതം അവർക്ക് കൊടുക്കട്ടെ. എല്ലാവരും പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ അത്ഭുതം. വിവാഹപ്രായമായിട്ട് വിവാഹം നടന്നിട്ടില്ലാത്ത ഓരോ യുവാക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. വിവാഹപ്രായമായിട്ട് വിവാഹം നടന്നിട്ടില്ലാത്തവരെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ച് ഒരു സാക്ഷിയാക്കണമേ. ഒരു നിമിഷം പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ അത്ഭുതം അതിൽ സംഭവിക്കണമേ. ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ച് ഹല്ലേലൂയ. യേശുവേ, ഞങ്ങൾ സ്തുതിക്കുന്നു, നന്ദിയോടെ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിവാഹം കഴിഞ്ഞ് കുഞ്ഞുങ്ങളില്ലാത്ത വ്യക്തികൾ പ്രാർത്ഥിച്ച്, മക്കളില്ലാത്തവർ ഇങ്ങനെ ഒരു നേർച്ച നേർന്നേ. കർത്താവെ, അങ്ങനെയൊരു തലമുറയെ നൽകിയാൽ, അങ്ങനെയൊക്കെ ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ നൽകുമ്പോൾ ഞാനൊരു സാക്ഷിയായത് മാറും, ഒരു സാക്ഷ്യമായി ഇവിടെ കൊണ്ടുവരും. തലമുറകളില്ലാതെ ഭാരപ്പെട്ടിരിക്കുന്നവർ, തലമുറകളില്ലാത്ത വിവിധ ട്രീറ്റ്മെൻറ്റിലൂടെ പോകുന്നവർ, പല ഭയമുള്ളവർ, ടെൻഷനുള്ളവർ, സകലരെയും ഓർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിൻ്റെ ഒരു അത്ഭുതം അവരെ സംഭവിക്കണമേ, ദൈവത്തിൻ്റെ ഒരു അത്ഭുതം അവരിൽ സംഭവിക്കണമേ, ദൈവത്തിന്റെ ഒരു അത്ഭുതം അവരിൽ സംഭവിക്കണമേ. ആമേൻ. ഇനി പ്രാർത്ഥിച്ച് പാസ്പോർട്ട് കൊണ്ടുവന്നവരൊക്കെ ഒന്ന് പ്രാർത്ഥിച്ച് അതിൻ്റെ ഫോണിൽ അതിൻ്റെ കോപ്പി ആയിരിക്കും എടുത്തു പിടിച്ച്, പാസ്പോർട്ട് കയ്യിലെടുത്ത് പിടിച്ച് ഇവിടെ ഇരിക്കുന്ന മാതാപിതാക്കൾ, നിങ്ങളുടെ മകൾ ഇന്ന രാജ്യത്താ 10 ലക്ഷം മുടക്കി, 20 ലക്ഷം മുടക്കി, 30 ലക്ഷം രൂപ മുടക്കി അവിടെ PR കിട്ടാതെ തിരിച്ചു വരേണ്ട ഒരു സാഹചര്യമുണ്ട്. എല്ലാ വഴികളും അടഞ്ഞ് ഇനി എങ്ങനെ കടം വീട്ടണമെന്നറിയത്തില്ല. വിചാരിച്ചതുപോലെ അല്ല, കണക്ക് കൂട്ടിയതുപോലല്ല കാര്യങ്ങൾ സംഭവിച്ചത്. വലിയൊരു പ്രതിസന്ധിയുടെ മുമ്പിലാ. പിരിച്ചു വിടുവോ, തിരിച്ച് കയറി പോരേണ്ടി വരുവോ, PR കിട്ടിയിട്ടില്ലല്ലോ. അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? നിങ്ങൾ പ്രാർത്ഥിച്ചേ ദൈവത്തിൻ്റെ അത്ഭുതം. നമ്മളിവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവമേ, അവരുടെ ജീവിതങ്ങളിൽ, കുടുംബങ്ങളിൽ, എടുത്തു പിടിച്ചിരിക്കുന്ന പാസ്പോർട്ടുകളിൽ ഒക്കെ ദൈവത്തിൻ്റെ അത്ഭുതങ്ങളെ സംഭവിക്കണമേ, ദൈവത്തിൻ്റെ അത്ഭുതങ്ങളെ സംഭവിക്കണമേ, ദൈവത്തിൻ്റെ അത്ഭുതങ്ങളെ സംഭവിക്കണമേ, ദൈവത്തിൻ്റെ അത്ഭുതങ്ങളെ സംഭവിക്കണമേ, ദൈവത്തിൻ്റെ അത്ഭുതങ്ങളെ സംഭവിക്കണമേ. യേശുവിൻ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ സംഭവിക്കണമേ. ഒന്നെല്ലാവരും സ്തുതിച്ചൊന്ന് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വീണ്ടും പ്രാർത്ഥിക്കുക. രോഗികളായിട്ടുള്ളവർ
അവരുടെ രോഗമുള്ള ഭാഗത്ത്, വേദനയുള്ള ഭാഗത്ത്, അസ്വസ്ഥതയുള്ള ഭാഗത്ത് കരങ്ങൾ വെച്ചൊന്ന് പ്രാർത്ഥിച്ചേ. ശരീരത്തിലുള്ള മുഴകളാകാം, ക്യാൻസറാകാം, ട്യൂമറാകാം, പ്രതിസന്ധികളാകാം, ബ്ലഡിലെ പ്രശ്നമാകാം, നടുവിൻ്റെ പ്രശ്നമാകാം, എല്ലിൻ്റെ പ്രോബ്ലമാകാം, ഈ ശിരസ്സുമായി ബന്ധപ്പെട്ട വിഷയമാകാം, ഹാർട്ടുമായി ബന്ധപ്പെട്ട വിഷയമാകാം. പ്രാർത്ഥിച്ചേ. കർത്താവേ, അങ്ങയുടെ അത്ഭുതകരം എന്നെ തൊടണമേ. എൻ്റെ ശരീരത്തിനകത്തൊരു അത്ഭുതം നടക്കണമേ. ഓപ്പറേഷൻ കൂടാതെയുള്ള സൗഖ്യങ്ങൾ സംഭവിക്കണമേ. ഓപ്പറേഷൻ കൂടാതെ സൗഖ്യങ്ങൾ സംഭവിക്കണമേ. യേശുവിൻ നാമത്തിലുള്ള അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. 365 ദിവസവും വചനം പറയുന്ന ഈ അൾത്താരയിൽ നിന്നുകൊണ്ട് ഈ ജനത്തെ സൗഖ്യമാക്കി പ്രാർത്ഥിക്കുന്നു. 7 ആശീർവാദ പ്രാർത്ഥനയിൽ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു. രോഗികൾ, ക്യാൻസർ രോഗികൾ സൗഖ്യമാകട്ടെ. വിവിധ രോഗപീഠകളിൽ ഭാരപ്പെടുന്നവർ യേശുവിന്റെ നാമത്തിൽ സൗഖ്യം അനുഭവിക്കട്ടെ. യേശുവിൻ നാമത്തിൽ സൗഖ്യം അനുഭവിക്കട്ടെ. വിശ്വസിച്ച് പറഞ്ഞേ, ദൈവത്തിന്റെ അത്ഭുതങ്ങൾ നടക്കും. ദൈവത്തിന്റെ അത്ഭുതങ്ങൾ ഇനി നടക്കും. ഹല്ലേലൂയ. ഒന്ന് കരം ഉയർത്തി ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ. വിശ്വാസത്തോടെ ഒരു സൗഖ്യത്തിനായി, ഒരു വിടുതലിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. വീണ്ടും പ്രാർത്ഥിക്കുന്നു. ജർമ്മൻ ഭാഷ പഠിക്കുന്നവർ, ഫ്രഞ്ച് ഭാഷ പഠിക്കുന്നവർ, IELTS, OET, അതുപോലെ നഴ്സിംഗ്, MBBS, CA, ഇങ്ങനെ വിവിധ കോഴ്സുകളൊക്കെ പഠിക്കുന്നവർ, പ്രത്യേകിച്ച് ഇവിടെ എഴുതി ലഭിച്ചിട്ടുള്ള 13,000-ത്തിലധികം കുഞ്ഞുങ്ങൾ, നമുക്കൊന്ന് പ്രാർത്ഥിക്കണ്ടേ? നമ്മുടെ കുഞ്ഞുങ്ങൾ രക്ഷപ്പെട്ട് കാണണമെന്നാണ് മാതാപിതാക്കൾ ആഗ്രഹിക്കുന്നത്. തെറ്റുള്ള ഈ ലോകത്ത് തെറ്റാതെ ജീവിക്കാനാണ് പ്രാർത്ഥിക്കുന്നത്. തെറ്റുള്ള ഈ ലോകത്ത് വഴിതെറ്റിപ്പോകാതെ ജീവിക്കാൻ നമുക്ക് നമ്മുടെ 2 കരങ്ങളെയും ഒന്ന് ഉയർത്തിപ്പിടിക്കാമോ? എന്നിട്ട് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിച്ച് 13,000-ത്തിലധികം കുഞ്ഞുങ്ങളെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ വിജയിക്കണമേ. അവർക്ക് നല്ല സ്വഭാവത്തെ കൊടുക്കണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിച്ച് ഈ തലമുറ, ഈ ദേശത്തിന്, കുടുംബത്തിന് അനുഗ്രഹമാക്കണമേ. എല്ലാവരും വിശ്വസിച്ച് ഈ 7-ാം ആശീർവാദ സമയത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കരങ്ങൾ താഴ്ത്തി ഇനി പ്രാർത്ഥിച്ച്. ഒത്തിരി സാമ്പത്തിക പ്രതിസന്ധി ഉള്ളവരുണ്ട്, കടബാധ്യതയുള്ളവർ, സ്ഥലം വിൽക്കാൻ നോക്കിയിട്ട് നടക്കുന്നില്ല, ഒരു പുതിയ സ്ഥലം മേടിക്കാൻ ആഗ്രഹിക്കുന്നവർ, സ്ഥലം വിൽക്കാൻ നോക്കുന്നവർ, ജപ്തിയുടെ വക്കിൽ, ബിസിനസ് തകർന്നു, കടബാധ്യത പെരുകി, ആകെ പ്രതിസന്ധിയിലാണ്. ഇങ്ങനെയുള്ള സാമ്പത്തിക പ്രശ്നം ഉള്ളവരൊക്കെ ഒന്ന് പ്രാർത്ഥിച്ച് ബിസിനസ്സിൽ ഒരു പുരോഗതി, പുതിയൊരു ബിസിനസ് തുടങ്ങണം, പുതിയൊരു കമ്പനി തുടങ്ങണം, പുതിയൊരു വരുമാന മാർഗം തുടങ്ങണം, ഒരു വരുമാന മാർഗം തുറന്നു കിട്ടാൻ പ്രാർത്ഥിക്കുന്നവർ, നിങ്ങളുടെ ബിസിനസ് ഒരു അനുഗ്രഹമാകാൻ പ്രാർത്ഥിക്കുന്നവർ, ഒത്തിരി പേർ അനുഗ്രഹമുള്ള ബിസിനസ് ചെയ്യുന്നവരായി കയറി വരട്ടെ. ബിസിനസ് ചെയ്യാനുള്ളൊരു കഴിവ് ലഭിക്കട്ടെ. സാമ്പത്തിക പ്രശ്നമുള്ളവരെല്ലാം, പ്രതിസന്ധികളുള്ളവരെല്ലാം ഈ നിമിഷങ്ങളൊന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറാകാമോ? കർത്താവേ, അങ്ങയുടെ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കത്തക്ക വിധം ഒരു നിമിഷം ഞങ്ങൾ ഈ ആശീർവാദ സമയത്തൊന്ന് പ്രാർത്ഥിക്കുകയാണ്. എല്ലാ കരങ്ങളെയും ഉയർത്തി സമർപ്പിച്ച എല്ലാ നിയോഗങ്ങൾ, ചില കേസ് ഇടപാടുകളിൽ നിന്ന് വിടുതൽ കിട്ടാൻ പ്രാർത്ഥിച്ച്, ചില അന്യായമായ ചില കേസുകളിൽപ്പെട്ട് തകർന്നിരിക്കുന്നവർ, ഇങ്ങനെയുള്ള ചില സാമ്പത്തിക പരിസ്ഥിതി തകർന്നിരിക്കുന്നവർ, നിങ്ങളുടെ എല്ലാവരും അക്കരങ്ങളെ ഉയർത്തി അല്പനേരം ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ച് ദൈവത്തിന്റെ അത്ഭുതങ്ങൾ എല്ലാവരിലും സംഭവിക്കുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കരങ്ങൾ അടിച്ചൊന്ന് ചേർന്ന് പാടാം. രാജാവേ, വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. കരമടിച്ചു. യേശുവേ, വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. ചേർന്ന് പാടി. രാജാവേ, വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിച്ച് ഈശോയുടെ ആശീർവാദം നമ്മൾ സ്വീകരിക്കുന്നു. ഹല്ലേലൂയ. യേശുവേ, ഞങ്ങൾ അങ്ങേ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇതൊരത്ഭുതമായ അടയാളമായ ദൈവപ്രവർത്തികൾക്ക് കാരണമാകും. ഇതൊരനുഗ്രഹത്തിന് കാരണമാകും. ഇതൊരത്ഭുതത്തിന് കാരണമാകണം.
യേശുവിൻ നാമത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു.